പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന് തിരിതെളിഞ്ഞു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ സംഗീത മണ്ഡപത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സ്മരണാർത്ഥം നടത്തുന്ന 30 നാൾ നീണ്ടു നിൽക്കുന്ന 12ാമത് സംഗീത നൃത്തോത്സവത്തിനാണ് തുടക്കമായത്. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമി ശ്രീലകത്ത് നിന്ന് കത്തിച്ച നെയ്ത്തിരിനാളം നിലവിളക്കിൽ തെളിയിച്ച് ഉദ്ഘാടനം നടത്തി. ദേവദാസ് ദേവസ്ഥാനം, സ്വാമിനാഥൻ ദേവസ്ഥാനം, വേണുഗോപാൽ ദേവസ്ഥാനം, അഡ്വക്കേറ്റ് പ്രവീൺ ദേവസ്ഥാനം, അഡ്വക്കേറ്റ് ശ്രീരാഗ്, കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ പൂർണ്ണത്രയി, ജയപ്രകാശ ശർമ്മ എന്നിവർ ചുറ്റുദീപങ്ങൾ കത്തിച്ചു. തുടർന്ന് വിദ്വാൻ സിവിൻ, ചൊവ്വല്ലൂർ പടി, അഖിൽ പുത്തൻപീടിക എന്നിവരുടെ മംഗള നാദസ്വരത്തോടെ ആരംഭിച്ച സംഗീതോത്സവത്തിൽ കാഞ്ചിപീഠം ആസ്ഥാന വിദ്വാൻ ഡോക്ടർ പൂർണ്ണത്രയി, ജയപ്രകാശ ശർമ്മ രചിച്ച ഗംഭീരനാട്ട, നവനീതം, ആനന്ദഭൈരവി, ഷൺമുഖപ്രിയ, മോഹന കല്യാണി, ലളിത എന്നീ വിവിധങ്ങളായ രാഗങ്ങളിൽ വിദ്വാൻ SV കൃഷ്ണ സംഗീതം ചിട്ടപ്പെടുത്തിയ ദേവസ്ഥാന ദേവതമാരെ പ്രണമിക്കുന്ന പഞ്ചരത്ന കീർത്തനങ്ങൾ 20-ൽ പരം പ്രസിദ്ധരായ സംഗീതജ്ഞർ വേദിയിൽ ആലപിച്ചു. തുടർന്ന് ലോകസമാധാനത്തിനായി പഞ്ചരത്നം കൂട്ടമായി പാടുകയും ആരതി ഒഴിയുകയും ചെയ്തു. സംഗീതോത്സവം 2ാം ദിവസം പൊൻപീടികയുടെ നാദസ്വര കച്ചേരിയും കലാമണ്ഡലം സ്വാതി, ഹൃതിക നായർ എന്നിവരുടെ സംഗീത കച്ചേരിയും കൃഷ്ണേന്ദു, അരുണ M പ്രകാശ് എന്നിവരുടെ കുച്ചിപ്പുടിയും എടമുട്ടവും തേജ്വൽ നിഖിലിന്റെ ഭരതനാട്യവും ഉണ്ടായിരിക്കും. നീണ്ടു നിൽക്കുന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന് ഇന്നിവിടെ തിരിതെളിഞ്ഞിരിക്കുകയാണ്. 12 വർഷം മുൻപ് ദക്ഷിണാമൂർത്തി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ മണ്ഡപം അദ്ദേഹം തന്നെ കച്ചേരി നടത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം അന്ന് അദ്ദേഹം കച്ചേരി നടത്തുമ്പോൾ അന്നത്തെ സംഗീതോത്സവം 3 ദിവസങ്ങളിലായി ഏകദേശം 200 കുട്ടികളാണ് പാടിയിരുന്നത്. ഇപ്പോൾ അത് 12 വർഷം കഴിയുമ്പോൾ അത് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവമായി മാറുകയാണ്. അതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ്. ഇന്ന് ഏകദേശം 12 വർഷം മുൻപ് 200 കുട്ടികൾ വെച്ച് തുടങ്ങിയത് ഇന്ന് ഈ വർഷം 3000-ഓളം കുട്ടികളാണ് കലാകാരന്മാരും കലാകാരികളും അവരുടെ സംഗീതവും നൃത്തവും ഇനി 1 മാസക്കാലം ഈ വേദിയിൽ അരങ്ങുണരുന്നത്.